3 ബന്ധങ്ങൾ തകർക്കാൻ പിശാച് ശ്രമിക്കും. എത്ര ബന്ധങ്ങൾ? 3 ബന്ധങ്ങൾ. ഈ 3 ബന്ധങ്ങൾ തകർന്നാൽ അയാളുടെ ജീവിതം തകരും, നരകതുല്യമാകും. ഈ 3 ബന്ധങ്ങൾ തകരുമ്പോഴാണ് പലരും ജീവിതത്തിൽ തകർന്നു പോയത്, തകർന്ന് തരിപ്പണമായത്. 3 ബന്ധങ്ങൾ. ഒന്നാമത്തെ ബന്ധമാണ് നമ്മളിവിടെ ആരാധിക്കുന്നത് വെറുതെ ഒരു പ്രാർത്ഥനയും ഒരു ശബ്ദവും ഉണ്ടാക്കുകയല്ല. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഒരാൾ പോലും യാദൃശ്ചികമായി വന്നവരല്ല, ദൈവനിയോഗത്തിലെത്തിപ്പെട്ടവരാണ്. ഞാൻ എന്തൊക്കെയോ വായിച്ച് പഠിച്ചത് പ്രസംഗിക്കാൻ മാത്രം വന്നതല്ല, ദൈവനിയോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവവചനം നിങ്ങളോട് പറയാനും ഒരു പ്രസംഗകനെ പോലെ വന്നതല്ല, ഒരു ദൈവനിയോഗം പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ നേടിയെടുത്തതും അധ്വാനിച്ച് നേടിയെടുത്തതൊന്നുമല്ല, ദൈവം തന്ന ദാനം മാത്രമാണ്. ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ആയതിനാൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനങ്ങളെ പറയുവാൻ പൂർണ്ണമായും ഞാൻ ദൈവത്തിൽ, ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്നലത്തേതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ അഭയം തേടുന്നു. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന, കണ്ണുകളടച്ച്, അർത്ഥമറിഞ്ഞ്, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻകൃപയേ, ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സാഗരമാ സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും പറഞ്ഞു വളരണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന സ്നേഹമെന്ന് പാടിയില്ലേ? ഈ സ്നേഹത്തെ നോക്കിയാണ് മറ്റൊരു പാട്ടുകാരൻ പാടിയത്. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാറിൽ നിന്നും. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തൊന്ന് പാടി. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ. കരങ്ങൾ അല്പം ഉയർത്തി, കണ്ണുകളടച്ച്, പിരിയാനാകരു ദൈവത്തോടുള്ള ആ നല്ല സ്നേഹബന്ധത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൈവ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണുകളടച്ച് ആ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നിങ്ങളിത് വിശ്വസിക്കുക. ഇതൊരു പ്രാർത്ഥനയാണ്, ഇത് കേവലം ഒരു പാട്ട് മാത്രമല്ല, ഒരു ആരാധന കൂടിയാണ്. ഇതൊരു ആരാധന കൂടിയാണ്, ഇതൊരു വർഷിപ്പാണ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് പാടുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് പാടിയേ. പിരിയാനാകരുതേ, പിരിയാനാകരുതേ ഈ ബന്ധം, പിന്നെയോ മാറാനാകരുതേ
ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് പാടി നോക്കിയേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാറിൽ നിന്നും. ശബ്ദമുയർത്തി അതുകൊണ്ട് പറഞ്ഞേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ. അതുകൊണ്ട് തീരുമാനത്തോടെ പാടുവാണ്. പിരിയില്ലിനിയും മരണം വരെയും. ശബ്ദമുയർത്തി പറഞ്ഞു. പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാറിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ. ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ക്രൂശിൽ നിന്നും മാഞ്ഞൊഴുകുന്ന യേശുവേ, ആ സ്നേഹത്തെ ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മാർവിൽ നിന്നും മാറില്ലിനിയും ഞാനാ മാറിൽ നിന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം. ഹല്ലേലൂയ. ഈ അനുഗ്രഹമുള്ള നല്ല ദിവസത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഭയങ്കര മഴയും പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. എന്നിട്ടും എത്രയോ ആളുകളാണ് ദാഹത്തോടെ പ്രതീക്ഷയോടെ ഈ സ്ഥലത്ത് വരാൻ ഇടയായത്. നിങ്ങൾക്ക് വരാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ദൈവിക പ്രചോദനം പോലെ അനേകർക്കിവിടെ വരാൻ വഴികൾ ബ്ലോക്കായിരുന്നിട്ടും യാത്ര ദുഷ്കരമായിരുന്നിട്ടും സാക്ഷ്യം പറഞ്ഞ വ്യക്തി പറഞ്ഞു, എത്രയോ മണിക്കൂറുകൾ വാഹനം ഓടിച്ച ഇവിടെ വന്നേന്ന്. നിങ്ങൾക്കും നല്ലൊരു സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവം നല്ല സമയവും നല്ല ഭാഗ്യവും ദൈവം തരട്ടെ എന്നാണ് ഇന്നും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പാടിയ പാട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതൊക്കെയാണ് കുറച്ചൊക്കെ ഇന്ന് പറയുന്നതെങ്കിലും അതൊരു പ്രാവശ്യം കൂടി പറയണമെന്ന് 2 പേർ എന്നോട് ആവശ്യപ്പെട്ടു. കാരണം അത് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അത് വലിയൊരു കാര്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പാടിയ പാട്ടുണ്ട്, പിരിയാനാകരുതേ ഈ ബന്ധം. ഏതാ വാക്ക്? ബന്ധം. ചില ബന്ധങ്ങൾ പോണം, ചില ബന്ധങ്ങൾ നമുക്കുള്ളതല്ല. ചില ബന്ധങ്ങൾ ഒരിക്കലും പിരിയാൻ പാടില്ല. അത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ബന്ധമാണ്. പാട്ടെഴുതിയ ആൾ എത്ര മനോഹരമായിട്ട് എഴുതിയേ, പിരിയാനാകരുതേ ഈ ബന്ധം. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ജീവിതം പിരിഞ്ഞു പോവുമോ? ഞങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകുമോ? എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചിരി മാസമല്ലേ ആയുള്ളൂ, ഇപ്പം തന്നെ അവർ ചെറിയ കാര്യത്തിന് പോലും വലിയ വഴക്കാണ്. ആ ബന്ധം തകർന്നു പോകുമോ? നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, പിരിയാനാകരുതേ. ദൈവം തന്നൊരു ബന്ധവും പിരിഞ്ഞു പോകാനിടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി ബന്ധങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ചില ബന്ധങ്ങൾ നമ്മുടെ നന്മയെ നശിപ്പിക്കുന്നവരാണ്. നിങ്ങൾ നല്ല രീതിയിൽ അതെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ
സാമ്പത്തികമായി തകർന്ന് ഇനി തകരാനില്ലാത്ത വിധം തകർന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ പള്ളിയിൽ പോയി നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഫോണ് ഇങ്ങനെ അരയിലാണ് വച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആരോ വിളിക്കുന്ന, പുള്ളി എടുത്തില്ല. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പുള്ളി ആ പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ നോക്കിയപ്പോൾ ഉത്തമ സുഹൃത്താണ് വിളിക്കുന്നത്. പുള്ളി ആ ഫോൺ എടുത്തില്ല, പള്ളിയിലാണ് നിൽക്കുന്നത്. ഇപ്പം പുള്ളിക്ക് ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി, എന്തിനാണാവോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുള്ളി ചിന്തിച്ചു. ഇനി എന്തെങ്കിലും അർജൻറ്റാണോ, ഇനി വല്ലവർക്കും അപകടം പറ്റിയിട്ടാണോ, വല്ല മെസ്സേജ് പുള്ളി അയച്ചിട്ടുണ്ടോ എന്ന് പുള്ളി വളരെ ആരും കാണാതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുക, നീ വേഗം വാ, ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന്, കുടിക്കാൻ ഒരു സാധനമുണ്ട്, നീ വേഗം വാ, മെസ്സേജ് ഇട്ടിരിക്കുക. പുള്ളി അന്നേരം 2 മിനിറ്റ് 5 മിനിറ്റിൽ അവിടെ നിന്നുള്ളൂ. അവിടുന്ന് ഇറങ്ങി, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി അയാളുടെ വാഹനമെടുത്ത് കൂട്ടുകാരൻ പറഞ്ഞ സ്ഥലത്ത് പോയി. അന്ന് ബോധമില്ലാത്ത ഒരാളെ പോലെയാണ് വീട്ടിൽ കയറി ചെല്ലുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല ഷർട്ടും നല്ല മുണ്ടും ഒക്കെ കൊടുത്ത് പള്ളിയിൽ പോയ അയാളുടെ ജീവിത പങ്കാളിയായ ഭർത്താവ് കയറി വരുന്നത് ഒരു ലക്കും ലഗാനവും ഇല്ലാതെ, ആകെ ഒരു മുഖമെല്ലാം ആകെ ഭയങ്കര മദ്യപിച്ചിട്ടാണ് വരുന്നത്. ഒന്നാമതേ സാമ്പത്തികം തകർന്നിരിക്കുവാണ്. അന്ന് ആ വീട്ടിൽ ഭയങ്കരമായൊരു വഴക്കുണ്ടായി. ആ പുള്ളിക്കാരത്തി ആ വഴക്കിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിള്ളേരെയും കൂട്ടി അവരവരുടെ വീട്ടിലോട്ട് പോയി. പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന പിന്നീട് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയുക, കുടിക്കാനുള്ളൊരു സാധനമുണ്ട്, നീ വേഗം ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നു വരെ എൻ്റെ ദുഃഖം മാറിയിട്ടില്ല. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല, എൻ്റെ മക്കളിന്ന് എൻ്റെ കൂടെയില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ചില ബന്ധങ്ങൾ നമ്മളെ കുടിപ്പിച്ച് നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഭാര്യയും സമ്പത്തും ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തുന്നൊരു ബന്ധം നിനക്കുണ്ടോ? ആ ബന്ധത്തെ നോക്കി പറയണം, ഈ ബന്ധം പോകണം, ആ ബന്ധം വേണ്ട, ആ ബന്ധം പിരിഞ്ഞു പോകണം. അത് നിന്നെ ദൈവത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റുന്ന ബന്ധമാണ്. അത് നിങ്ങളെ പൊള്ളിക്കുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ അനുഗ്രഹമാണ്. 2 പേർ ജയിലിൽ കിടക്കുക. 2 പേര് ജയിലിൽ കിടക്കുവാണ്. ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ പുള്ളികളായ ഒരാൾ അവിടെ വന്ന് പരിചയപ്പെട്ട മറ്റൊരു ജയിൽ പുള്ളിയോട് സങ്കടം പറഞ്ഞപ്പോൾ ഒരു ജയിൽ പുള്ളി ഒരു പേന കൊണ്ട് അയാളുടെ വസ്ത്രത്തിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു. ഒരു നമ്പർ, പേപ്പറൊന്നും അവിടെ ഇല്ല, അയാളുടെ വസ്ത്രത്തിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു പ്രാർത്ഥനക്കാരൻ്റെ നമ്പറാണ്, നീ ഇറങ്ങിയിട്ട് ഈ പുള്ളിയെ വിളിക്കണം, നിനക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അയാളുടെ ഉടുപ്പേൽ എഴുതി കൊടുത്ത നമ്പർ ആ വ്യക്തി ഇവിടെ വന്നു. ആ വ്യക്തി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ആ വ്യക്തിയുടെ നമ്പർ ആ ജയിലിൽ വെച്ച ഒരാൾ എഴുതി കൊടുത്തത്. ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ, ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തൊരു ഫോൺ ബന്ധമാണ്. ഇവിടെ വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാണക്കേട് കൊണ്ട് അയാൾ വാതിലടച്ചിട്ട് ഒരു ചെറിയ ബ്ലേഡ് എടുത്ത് ഈ ഞരമ്പങ്ങ് മുറിക്കാമെന്ന് അയാൾ വിചാരിക്കുമ്പോഴാണ് അയാളുടെ മകൻ വന്ന് വാതിലെ മുട്ടുവാണ്. പപ്പ, കൃത്യസമയമാണ്. അയാൾ പറഞ്ഞു, ഞാൻ എങ്ങനെ നാട്ടിലിറങ്ങും, എങ്ങനെ പ്രിയപ്പെട്ടവരെ കാണും, എൻ്റെ കുടുംബക്കാരെ ഞാൻ ഇനി ജീവിതമില്ല, ഞാൻ അത്രയും നാണം കെട്ട് അത്രയും മോശമായിപ്പോയി, ഇനി ജീവിക്കേണ്ടെന്നും പറഞ്ഞ് ഞരമ്പ് മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിലെ മകൻ മുട്ടുന്നത്. അപ്പോൾ അയാൾക്ക് തോന്നുവാണ്, അന്നേരം അയാൾക്ക് തോന്നുന്നത് ജയിലിൽ വച്ച് എഴുതി തന്ന നമ്പറിലൊന്ന് വിളിക്കണമെന്ന്. ആ വ്യക്തി കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്നു. ഇന്നിവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, അയാളുടെ ജീവിതം ഒത്തിരി മാറിയിട്ടുണ്ട്. ദൈവത്തോടടുക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിലൊരു പുതിയ അധ്യായം തുറക്കാൻ കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കണം, പിരിയാനാകരുതേ എൻ്റെ ദൈവത്തോടുള്ള ബന്ധം.
ഞാൻ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല, പ്രാർത്ഥിച്ച പല കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല, പരാതിയുണ്ട് ദൈവത്തോട്. ഞാൻ ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം മാത്രം ശരിയായില്ലല്ലോ. പക്ഷെ എന്നാലും എൻ്റെ അകത്തെ വിശ്വാസത്തിൽ നിന്ന് പറയുക, എൻ്റെ ദൈവം എനിക്കൊരു പുതിയ ജീവിതം തരുമെന്ന്, എനിക്കൊരു നല്ല തുടക്കം തരും, ദൈവം എനിക്കൊരു നല്ല തുടക്കം തരും. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ആ കണ്ണുകളടച്ച് നിങ്ങളൊന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവെ, പിരിയാനാകരുതേ ഈ ബന്ധമെന്ന്. ചില ബന്ധങ്ങൾ നമുക്ക് കൊള്ളത്തില്ലാത്ത ബന്ധമാണ്. എത്ര പറഞ്ഞാലും അത് ചിലപ്പോൾ മനസ്സിലാകില്ല. അത് നമ്മൾ ഓർക്കും ഈ ബന്ധമാണ് വലുതെന്ന്. അല്ല, ആ ബന്ധം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ബന്ധമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളെ ദൈവത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അകറ്റുന്ന ബന്ധമുണ്ടോ? അത് നിനക്ക് നല്ലതിനല്ല. ദൈവത്തോടും നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ പറ, പിരിയാനാകരുതേ ഈ ബന്ധം. നിങ്ങളുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളെ നോക്കിയിട്ട് പറ, നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം നോക്കിയിട്ട് പറ, നിങ്ങളുടെ തന്നെ ജീവിതത്തെ നോക്കിയിട്ട് പറ, കർത്താവേ, എനിക്ക് ദൈവമേ അങ്ങ് തന്ന ബന്ധം പിരിയാനാകരുതേ, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. അർത്ഥമറിഞ്ഞെല്ലാവരും ഒന്ന് പതുക്കെയെങ്കിലും പാടുവോ? പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ല, ഞാൻ പിരിയില്ല, പിരിയില്ലിനിയും മരണം വരെയും. എത്ര നാൾ? പിരിയില്ലിനിയും മരണം വരെയും. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെയും ഈ ബന്ധത്തെക്കുറിച്ച് ഇവിടെ വന്ന കുറച്ച് ആളുകളോട് സംസാരിച്ചു. ഒരിക്കൽ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബോറിംഗ് ആയി തോന്നാം. പക്ഷെ എന്നാലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകനും മകൻ്റെ ഭാര്യയും UK-യിലാണ്, ആ രാജ്യത്താണ്. അവർ ഇപ്പോൾ പിരിയുന്നതിൻ്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ട് എന്നാ ചെയ്യാനാ? ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്ക്. അവർ പിരിയത്തില്ല, അവർ കേൾക്കത്തില്ലായിരിക്കാം, നിങ്ങൾ പറയുന്ന പോലെ അവർ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. അവർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഈ വചനം സ്വീകരിക്കുക. പിരിയത്തില്ല, ദൈവം അതിനകത്ത് ഇടപെടും. ഞാൻ ആ വാക്യം പറയുന്നതിന് 1-2 ഉദാഹരണങ്ങളോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുവാണ്. എന്നാന്നറിയാമോ? 3 ബന്ധങ്ങൾ തകർക്കാൻ പിശാച് ശ്രമിക്കും. എത്ര ബന്ധങ്ങൾ? 3 ബന്ധങ്ങൾ. ഈ 3 ബന്ധങ്ങൾ തകർന്നാൽ അയാളുടെ ജീവിതം തകരും, നരകതുല്യമാകും. ഈ 3 ബന്ധങ്ങൾ തകരുമ്പോഴാണ് പലരും ജീവിതത്തിൽ തകർന്നു പോയത്, തകർന്ന് തരിപ്പണമായത്. 3 ബന്ധങ്ങൾ. ഒന്നാമത്തെ ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. ഇവിടെ ഈ പാട്ട് പാടിയപ്പോൾ എത്രയോ പേര് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ കുടുംബം തകർന്നു പോകാനിടയാകല്ലേ, ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകാനിടയില്ല, ആ മനുഷ്യനില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല, ആ ഭാര്യയില്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല, ആ വ്യക്തി തിരിച്ചു വരണേ, ആ വ്യക്തി വിളിക്കാനിടയാകണേ, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിശാച് തകർക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധത്തെ തകർക്കും. എനിക്ക് കോടാനുകോടി ആസ്തിയുണ്ട്, ഇഷ്ടം പോലെ വാഹനമുണ്ട്, 1 കോടി രൂപ ഒരു വർഷത്തിൽ ടേൺ ഓവറൊക്കെയുള്ള ബിസിനസ്സുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം തകർന്നതാണെങ്കിൽ പിന്നെ ആ ജീവിതത്തിന് കഥയില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും ജീവിതത്തിൽ വീട്ടിലേക്ക് വരുമ്പം ഒരു നരകതുല്യമായിരിക്കും. നിങ്ങൾക്ക് ദൈവം തന്ന ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം കേട്ടതാ സത്യമാണ്, ഇതെന്തിനാ വീണ്ടും പ്രസംഗിക്കുന്നത്? സത്യമാണ്. പക്ഷെ ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ, എനിക്ക് ദൈവം തന്ന ബന്ധത്തിൽ ഒത്തിരി കുറവുണ്ട്, വഴക്കുണ്ട്,
ദേഷ്യമുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി മോശ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് വെട്ടുന്ന പോലെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവമാണോ നിനക്ക് ആ ബന്ധം തന്നത്? അതിന് ദൈവസന്നിധിയിൽ കണക്കുള്ളതാണ്. ആ ബന്ധം പിരിയാനിടയാകരുത്. പിശാച് വലിയ വാളും പരിചയമായിട്ട് ഇറങ്ങും ആ ബന്ധം ഒന്ന് തകർക്കാൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്രയോ പേര്, നിങ്ങൾ പലരും കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്തവരായിരിക്കാം. ഭാര്യ അപ്പുറത്തെ റൂമിൽ, ഭർത്താവ് ഇപ്പുറത്തെ റൂമിൽ, രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് മിണ്ടത്തില്ല, കാണത്തില്ല, സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ല. എവിടെയൊക്കെയോ ഒരു വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക്. ആ ദൈവം, ആ ബന്ധത്തെ ദൈവം ഉറപ്പിക്കാൻ തുടങ്ങും. ആവശ്യമില്ലാത്ത വാശി കാണിച്ച് ദൈവം തന്ന ബന്ധം കളയല്. ഞാനാണോ വലുത്, പുള്ളിയാണോ വലുത്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, പുള്ളിയാണോ അതല്ലേ നാട്ടു നടപ്പ്, അതല്ലേ ശീലം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പിന്നെ പുള്ളിക്കാരി എന്താ അങ്ങനെ ചെയ്യുന്നത്, പുള്ളിക്കാരൻ എന്താ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഞാനാണോ വലുത്, പുള്ളിയാണോ വലുതെന്ന് ചിന്തിച്ച് വഴക്കുണ്ടായാൽ ദൈവം നിനക്ക് തന്ന നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയണം, കർത്താവേ, പിരിയാനാകരുതേ എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലെ ബന്ധങ്ങൾ, എൻ്റെ മകൻ്റെ ജീവിതം, എൻ്റെ മകളുടെ ജീവിതം പിരിയാനാകരുത്. ആ ബന്ധം പിരിയാനാകരുത്. അത് ദൈവം നിനക്ക് തന്ന ബന്ധമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു വിഷയമൊക്കെ പ്രാർത്ഥിക്കും. ഒത്തിരി കാര്യങ്ങളിൽ ഇത് കേൾക്കുന്നവർ നാളെ ഒരു സമയത്ത് യൂട്യൂബിലായിരിക്കും ഇത് കേൾക്കുന്നത്. എവിടെയൊക്കെയോ പ്രതിസന്ധിയുടെ വക്കിലായിരിക്കും. പിരിയാനാകരുത്, പിരിയാനാകരുത്. എത്രയോ കുടുംബ ബന്ധങ്ങൾ ഇന്ന് പിരിയുന്നതിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. എനിക്ക് അയാളെ ഇഷ്ടമില്ല, അതെന്തൊരു വ്യക്തിയാണത്, ആ വ്യക്തിയെ ഞാനൊരു ഭാര്യയായി കണക്കാക്കില്ല, ഇനി ആ വ്യക്തിയെ ഒരു ഭർത്താവായി കാണാൻ എനിക്കൊക്കത്തില്ല, എനിക്ക് അയാളോട് എന്തോ വെറുപ്പാണ്, എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ദൈവമാണോ ആ ബന്ധം തന്നത്? അതിനുള്ളൊരു അനുഗ്രഹം ദൈവം തരും. ആ ബന്ധം നഷ്ടപ്പെട്ടു പോകില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. പിശാച് തകർക്കാൻ ശ്രമിക്കുന്ന 3 ബന്ധങ്ങളിൽ രണ്ടാമത്തെ ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇന്ന് പല വീടുകളിലും മാതാപിതാക്കൾ മക്കളും തമ്മിൽ ഭയങ്കര ഗുസ്തിയാണ്, വഴക്കുണ്ട്, ദേഷ്യമുണ്ട്. കാര്യം അപ്പനും അമ്മയാണ്, പക്ഷേ ഒരു സ്നേഹമില്ല. ഒരു കാര്യം തുറന്നു പറയത്തില്ല, ഒരു കാര്യം വിട്ടു പറയത്തില്ല. ആ ബന്ധം തകർന്നു കിടക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ കുടുംബം തകർന്ന് തരിപ്പണമാകും. അയൽവാസികൾ പറയും, അവരുടെ വീട്ടിൽ എന്നും വഴക്കാന്നേ. അപ്പുറത്തെ വീട്ടുകാർ പറയും, ആ അപ്പനും മക്കളും തമ്മിൽ എല്ലാം തെറിയാന്നേ, ചീത്തയാന്നേ. പറയിപ്പിക്കരുത്. നമ്മുടെ വീട്ടിൽ ഒരു നല്ല സ്നേഹം വളർന്നു വരണം. തമ്മിലുള്ള സ്നേഹം. കുടുംബാംഗങ്ങൾ തമ്മിൽ കുറവുണ്ട്, പുള്ളിയുടെ പ്രത്യേക നേച്ചറാണ്, ശരിയാണ്. തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ ചുമ്മാ പറയുമല്ല കേട്ടോ. ഒരമ്മ പറഞ്ഞു, എൻ്റെ മകൻ ഇന്ന രാജ്യത്താ, വിളിച്ചിട്ടിപ്പം 4 മാസം കഴിഞ്ഞ് ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. എന്തിനാണാവോ ആ രാജ്യത്തെത്തിയ മകൻ അമ്മയോട് പിണങ്ങിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് മക്കളെന്നെ വിളിക്കാറില്ല, മക്കൾ വിളിക്കത്തില്ല, ഒന്നും അന്വേഷിക്കത്തില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൈവം നിനക്ക് തന്ന ബന്ധമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന ബന്ധമാണ്. ബന്ധം ഒരു സമ്പത്താണ്. ആ ബന്ധം ഒന്നിൻ്റെ പേരിലും തകർക്കരുത്. 2 ബന്ധങ്ങളെക്കുറിച്ച് കേട്ടു. ഏതൊക്കെയാണ്? ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. 3ാമത്തെ ബന്ധം എന്നാണെന്നറിയോ? ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം. അതാണ് പല പിശാച് തകർക്കാൻ ശ്രമിക്കുന്ന അടുത്ത ബന്ധം. അവനെ എങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളാക്കി മാറ്റാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരു അമ്മ എന്നോട് പറഞ്ഞില്ലേ, +2 വരെ എൻ്റെ മകൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്, പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ വേറൊരു രാജ്യത്താണ്. ഇപ്പോൾ അവൻ ഇവിടുന്ന് ഒരു പ്രാർത്ഥന അയച്ചു കൊടുത്താൽ തിരിച്ച് മറുപടി അയക്കും, അമ്മ കേട്ടാൽ മതി, എനിക്ക് എൻ്റെ ആവശ്യമില്ല, അമ്മ കേട്ടാൽ മതി, എനിക്ക് അയക്കണ്ട. എന്താണാവോ? ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തോടുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധത്തെ പിശാച് തകർക്കാൻ ഏതറ്റം വരെയും പോകും. 3 ബന്ധങ്ങൾ തകർന്നാൽ
ജീവിതം തകർന്നു പോകും. ഈ ബന്ധം തകരുമ്പോഴാണ് പലരും വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഈ 3 ബന്ധങ്ങൾ തകർന്നാൽ അവന് തെറ്റായ ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധമാണ് പലരെയും പൊള്ളിക്കുന്നത്. ചില ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്. ചില ബന്ധങ്ങൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ബന്ധങ്ങളാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ അച്ഛോ എനിക്കൊരു പ്രാർത്ഥിക്കണം, എന്നെ ഒരാൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അയ്യോ, അതാരാണ്? നിങ്ങൾക്ക് പരാതി കൊടുത്തുകൂടെ? അല്ല, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു, ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് ഫോട്ടോകളൊക്കെ പുള്ളിയുടെ അടുത്തുണ്ട്, ഞങ്ങൾ പറഞ്ഞു തീർന്നതാ. പക്ഷേ എൻ്റെ കല്യാണം ആലോചിക്കുവാന്ന് അവൻ എങ്ങനെയോ അറിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞിരിക്കുക, അവൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കില്ലെന്ന്. ഇന്ന് മൂർഖൻ പാമ്പ് പോലെ ഭയം, ഭയങ്കര ഭയം. ഒരു കാലത്ത് നല്ല ബന്ധമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ബന്ധം അവരുടെ നല്ല ജീവിതത്തിൻ്റെ ബന്ധനമാണ്. ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു മനുഷ്യൻ പറഞ്ഞു, ചില ബന്ധങ്ങൾ നമ്മളെ തകർക്കും. ഒരാളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ പിണങ്ങിയ സമയത്ത് ഭയങ്കര വലിയ പ്രശ്നമുണ്ടായപ്പോൾ ആ വ്യക്തി തലയിൽ പെട്രോളോ ഡീസലോ ഒഴിച്ച് തീയിട്ടു. ആരോ വന്ന് കെടുത്തി, പക്ഷെ മൊത്തം പൊള്ളിപ്പോയി, നാക്കടക്കം. ഇപ്പോൾ കണ്ടാൽ ഒരു 10-90 വയസ്സുള്ള ഒരു അമ്മച്ചിയെ പോലെ ഇരിക്കുന്നില്ല, ഒരു സാമ്യവുമില്ല, മുഴുവൻ പൊള്ളിപ്പോയി. ജീവനുണ്ട്, ഇത് തുറക്കുകയില്ല, അടയുകയില്ല, അതെല്ലാം പോയി. നാക്കൊട്ടിപ്പോയി, വിരലുകൾ ചേർന്നിങ്ങനെ തൊലി അങ്ങ് ഉരുകിപ്പോയി, ഇങ്ങനെ ഒട്ടിയിരിക്കുക. ഒരു ബന്ധമാണ് എല്ലാം നശിപ്പിച്ചത്. സൗന്ദര്യം പോലും ഭാവി, ജീവിതം, സ്വപ്നങ്ങൾ എല്ലാം തകർത്തതൊരു ബന്ധമാണ്. നമുക്ക് ദൈവം തരാത്തൊരു ബന്ധവും വേണ്ട, നമുക്ക് ദൈവം തന്ന ബന്ധം മതി. അതാ നമ്മുടെ അനുഗ്രഹമുള്ള ബന്ധം. ചില ബന്ധങ്ങൾ നിനക്ക് അനുഗ്രഹമാണ്, ആ ബന്ധങ്ങളെ നീ തകർക്കരുത്. ചില ബന്ധങ്ങൾ നിനക്ക് ഭയങ്കര ഭാഗ്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് സാക്ഷ്യം പറഞ്ഞ സഹോദരൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ആലയത്തിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ബന്ധം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ പറയും, ഈ ബന്ധം ഒരു അനുഗ്രഹമാണ്. ഞങ്ങളെല്ലാം സാധാരണ മനുഷ്യരാണ്, വെള്ളയുടുപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യരും പച്ചയായ മനുഷ്യരാണ് ഞങ്ങൾ ഓരോരുത്തരും. പക്ഷേ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ബന്ധമുണ്ടല്ലോ, അത് നിന്റെ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ഹല്ലേലൂയ. ബന്ധങ്ങൾ ഒരനുഗ്രഹമാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഐക്യം പോയോ, സ്നേഹം പോയോ എങ്കിൽ അത് തിരിച്ചു പിടിക്കണം. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. എവിടെയാണ് നിങ്ങൾ തകർന്ന ബന്ധങ്ങളുമായിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട എന്നും മനസ്സിൽ തോന്നിയ ഒരു ബന്ധം, അത് വേണ്ടാത്തത് തന്നെയാണ്. നിങ്ങൾക്കിത് നല്ല ഒരു അനുഗ്രഹമുള്ള ബന്ധമാണെന്നാണോ തോന്നുന്നത്? അത് നിനക്ക് ദൈവം തന്ന ബന്ധമാണ്. ആരും പറയണ്ട, നിൻ്റെ മനസ്സ് നിന്നോട് പറയും ഏതാ അനുഗ്രഹമുള്ള ബന്ധമെന്ന്. ചില ബന്ധങ്ങൾ പൊള്ളിക്കുന്നതാണ്, ചില ബന്ധങ്ങൾ നമ്മുടെ ഭാവിയെ തകർക്കുന്നതാണ്, ചില ബന്ധങ്ങൾ കൂടെ നിന്ന് ചതിക്കുന്നതാണ്, ചില ബന്ധങ്ങൾ നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കുന്നതാണ്. ഇവിടെ എത്രയോ മനുഷ്യരാ പറയുന്നത്, എൻ്റെ കൂടെ നിന്ന് ആ മനുഷ്യൻ ചതിച്ചു, എൻ്റെ കൂടെ നിന്ന് എൻ്റെ പൈസ ചതിച്ചോണ്ട് പോയി, എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി, എൻ്റെ ബിസിനസ് തകർത്തു. ബന്ധങ്ങളാണ്. പല ബന്ധങ്ങളും നമ്മളെ തകർത്തിട്ടുണ്ട്. എന്നാൽ ചില ബന്ധങ്ങൾ നമ്മളെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ചില ബന്ധങ്ങൾ എനിക്ക് നല്ല ഒരു പ്രതീക്ഷയാണ്. ചില ബന്ധങ്ങൾ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ദൈവമേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുവാണ്, ദൈവം തന്ന ഒരു ബന്ധവും ഞാൻ കളയത്തില്ല. ദൈവം തന്ന ബന്ധങ്ങൾ കളയല്ലേ. ഒന്ന് കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ബന്ധം കളയല്ലേ. എന്തു കുറവുണ്ടെങ്കിലും നിങ്ങളത് വിശ്വസിക്കുന്നു. ദൈവം തന്ന ബന്ധം വലുതാണ്. ഞാനിത് ഇന്നലെയും പറഞ്ഞു കേട്ടോ, ഇന്നലെ കേട്ടവരെന്നോട് ക്ഷമിക്കണം, എന്നാലും അത് പറയുവാണ്. ഈ ദൈവം തന്ന ബന്ധം, ഒരു മനുഷ്യൻ, അയാൾ ഭയങ്കര സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊക്കെ ധൈര്യമുള്ള മനുഷ്യന്മാരുണ്ടോ? ഭയങ്കര ശരീരമുണ്ട്, അയാളൊരു ചുമട്ട് തൊഴിലാളിയാണ്, ഭയങ്കര ധൈര്യമുള്ള ആളാണ്. കാലൊക്കെ അങ്ങ് മുറിഞ്ഞാലൊന്നും പുള്ളി അങ്ങനെ പേടിക്കത്തൊന്നുമില്ല. ഭയങ്കര ധൈര്യം, അസാധാരണ ധൈര്യമുള്ള ആളാണ്. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, കണ്ണിസൂക്കേട് വന്നാൽ കാന്താരി അരിച്ച് തേച്ചാൽ മതിയെന്ന്.
അദ്ദേഹത്തിന് കണ്ണിൽ സൂക്കേട് വന്നപ്പോൾ കാന്താരി അരച്ച് അയാൾ കണ്ണിൽ തേച്ച് കിടക്കുവാണ്. അയാളുടെ ഭാര്യ പറഞ്ഞു, എൻ്റെ ദൈവമേ സമ്മതിക്കണേ ഈ പുള്ളിനെ. നമുക്ക് 10 ദിവസം കണ്ണിൽ സൂക്കേടായിട്ട് കിടന്നാലും നമ്മൾ കാന്താരി ഒന്നും അരച്ച് തേക്കത്തില്ല. ആരും ചെയ്തേക്കല്ല്. ഒരാൾ ചെയ്ത കാര്യമാണ് പറഞ്ഞു. ഇദ്ദേഹം എത്രയും ധൈര്യമുള്ള ആൾ. പക്ഷെ അയാളുടെ ഭാര്യ പുഴയിൽ തുണി അലക്കാൻ പോയപ്പം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഭാര്യയെ കാണുന്നില്ല. അയാൾ പോയപ്പോൾ ഉണ്ട് വെള്ളത്തിൽ മരിച്ചു കിടപ്പുണ്ട്. തുണി അലക്കി കഴിഞ്ഞിട്ടില്ല, പകുതി അലക്കിയിട്ടുള്ളൂ. അവിടെ പുഴയിൽ കിടപ്പുണ്ട്. ഹാർട്ട് അറ്റാക്കായിട്ട് അവിടെ വെച്ച് മരിച്ചത് ആരും കണ്ടില്ല. ഇയാളും ഭാര്യയും തമ്മിൽ വഴക്കും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇയാൾ ഇച്ചിരി കള്ളൊക്കെ കുടിക്കുന്ന ആളും തെറി പറയുന്ന ആളൊക്കെയാണ്. അടിക്കുകയൊക്കെ ചെയ്തിട്ട് ചെവിക്കൊക്കെ പ്രശ്നവും കമ്മൽ പൊട്ടും ഒക്കെ ചെയ്ത വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായ ആളാണ്. പക്ഷേ ഇയാൾ ഭാര്യ മരിച്ചിട്ടും ഇയാൾ കരഞ്ഞിട്ടൊന്നുമില്ല. ഭാര്യ മരിച്ചു. ഭാര്യയെ ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയ പിന്നെ അയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അയാളുടെ റൂമിൽ നിന്ന് ആ ഇരിപ്പാ കിടപ്പ്. മക്കൾ പറഞ്ഞു പള്ളി പോകണ്ടേ, പുറത്തിറങ്ങത്തില്ല. ഈ മനുഷ്യൻ ഒരു പേടിത്തൊണ്ടനെ പോലെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങി, പപ്പയ്ക്ക് എന്നാ പറ്റി? പപ്പ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളൊക്കെ ഇല്ലേ. പുള്ളി ഒരക്ഷരം പറയത്തില്ല. അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ്. ആ മനുഷ്യൻ പറയുവാണ്, എൻ്റെ ഭാര്യ മരിച്ച പിന്നെ ഞാനും ചത്ത പോലെ ആയിപ്പോയി, എൻ്റെ ധൈര്യമൊക്കെ പോയി. അപ്പോൾ ഒരാൾ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് ദൈവം തന്ന ബന്ധത്തിൻ്റെ വില അറിയുന്നത്. എപ്പോഴാണെന്നറിയാം? ഉള്ളപ്പോൾ ആർക്കും ഇതിൻ്റെ വില അറിയത്തില്ല. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ വിചാരിക്കും ഈ ഇവിടുത്തെ ശുശ്രൂഷയിലെ ഞാൻ അപ്പുറത്ത് പോയി ശുശ്രൂഷ. ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ ഇല്ലാതിരിക്കുമ്പോഴാണ് ആ ശുശ്രൂഷയുടെ മഹത്വം അറിയുന്നത്. ചില ആൾക്കാർ ഈ പുള്ളി ആരാ, ഈ പുള്ളി ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഞാൻ പൊക്കോ. പക്ഷെ ചില ദൈവം തന്ന ചില നിമിത്തങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ വില അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ പറയുക, ഈ മനുഷ്യൻ അങ്ങനൊന്നും പറയുമെന്നും മക്കൾ പോലും വിചാരിച്ചില്ല. പപ്പ ഇങ്ങനെയൊക്കെ പറയും. പപ്പ പുള്ളി ഭയങ്കര ധൈര്യമുള്ള ആൾ, ഭയങ്കര തൻ്റെ ഏത് പോലീസ് സ്റ്റേഷനിൽ വർത്തമാനം പറയുന്ന ആളിപ്പോൾ പറയുക ഭാര്യ മരിച്ച പിന്നെ വളരെ ബലൂണിൻ്റെ കാറ്റ് പോലെ ആയിപ്പോയി. മിണ്ടത്തില്ല, പറയത്തില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആളൊരു പേടിത്തൊണ്ടനെ പോലെ. ഇന്ന് ആ മനുഷ്യൻ പറയുവാണ്, അവൾ ഉണ്ടായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ധൈര്യം ഇപ്പോൾ എനിക്കില്ല, അവളില്ല, ധൈര്യം പോയി, പകുതി ഞാൻ ചത്ത പോലെയായി. ദൈവം നിനക്ക് തന്ന ബന്ധമില്ലാതാകുമ്പോഴാണ് ഓരോ ബന്ധത്തിൻ്റെയും വില അറിയുന്നത്. അപ്പോൾ സമയവും കാലമൊക്കെ ഒത്തിരി കഴിഞ്ഞു പോകും. ദൈവം നിനക്ക് തന്ന ബന്ധം അമൂല്യമാണ്. വിശ്വസിക്കുന്നോ? കൊറോണ കാലത്ത് ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും, അയാൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പനി വന്ന് 3-ാം ദിവസം അയാൾ മരിച്ചുപോയി. പനി വന്ന് 3-ാം ദിവസം മരിച്ചു. ഇവർ തമ്മിൽ സംശയരോഗം ഉണ്ടായിരുന്നു. അതിലാർക്കും ഒരാൾക്ക് ഭയങ്കര വഴക്കാണ്. എല്ലാവരും ചിലരോട് പറഞ്ഞു, നീ അവനോട് ജീവിക്കണ്ട കേട്ടോ, പുള്ളിക്ക് സംശയം മാറത്തില്ല, നീ ജീവിക്കണ്ട, നീ മാറ്, നീ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചാൽ മതി. എന്നാലും അവിടെ നിന്ന് അങ്ങനെ സഹിച്ച് ഒക്കെ നിന്ന്. പക്ഷേ പുള്ളിക്ക് ഒരു ദിവസം പനി വന്നു, ആശുപത്രി അഡ്മിറ്റായി, 3-ാം ദിവസം മരിച്ചു. ബോഡി പോലും നാട്ടിൽ കൊണ്ടുവന്നില്ല, അവിടെ തന്നെ അടക്കി. ഇപ്പോൾ വർഷം ഒരുപാട് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ഭാര്യ പറയുവാണ്, ആ മനുഷ്യൻ ഉണ്ടായിരുന്നപ്പോൾ ആ മനുഷ്യൻ ഇല്ലാതായപ്പോഴാണ് ആ മനുഷ്യനുള്ളതിൻ്റെ വില ഞാൻ അറിഞ്ഞത്. അല്ല, ആ മനുഷ്യൻ ഇല്ലാതായപ്പോഴാണ് ആ മനുഷ്യൻ ഉണ്ടായിരുന്നപ്പോൾ ആ നന്മ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പം മണ്ണോട് മണ്ണായിപ്പോയി. ചില ബന്ധങ്ങൾ, ദൈവം നിനക്ക് സ്നേഹത്തോടെ തന്ന ബന്ധം, അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ മഹത്വം അറിയുന്നത്. ദൈവം നിനക്ക് തന്ന ബന്ധങ്ങളെ കളയല്ല്. ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ദൈവം തന്ന ചില നല്ല ബന്ധമുണ്ട്. എനിക്ക് ദൈവം തന്ന നല്ല ബന്ധമുണ്ട്, ഇനി നിങ്ങൾക്ക് ദൈവം തന്ന നല്ല ബന്ധമുണ്ട്. എന്തെല്ലാം വിഷയം ഉണ്ടായാലും ദൈവം എനിക്ക് തന്ന ബന്ധം തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. ദൈവം എനിക്ക് അതുകൊണ്ടാണ് ഈ പാട്ടെന്ന് പാടിയത്, പിരിയാനാകരുതേ. ഈ എല്ലാ ബന്ധമല്ല, ഈ ബന്ധം പിരിയാനാകരുത്. ദൈവം എനിക്ക് തന്ന ഒരു ബന്ധവും
വഴക്കുണ്ടാവും, ദേഷ്യം വരും, 10 തെറി പറഞ്ഞെന്നിരിക്കും, വർത്താനം പറഞ്ഞെന്നിരിക്കും, പിണങ്ങിയിരുന്നിരിക്കും, അങ്ങോട്ട് മാറിപ്പോയി 10 ദിവസം മാറി നിന്നെന്നിരിക്കും. പക്ഷേ പിരിയാനാകരുത്. ദൈവം നിനക്ക് തന്നത് പിരിഞ്ഞു പോയാൽ ദൈവത്തിൻ്റെ മുഖം വാടും. ആ കാര്യത്തെ ഓർത്ത് ദൈവം ദുഃഖിക്കും. ഒന്ന് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഇത് പ്രാർത്ഥിച്ചേ. ഇത് കുറേ പ്രാവശ്യം പറയണമെന്നൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ദുഃഖിതരാണ് പലരും. പല ബന്ധങ്ങളും അങ്ങ് തകർച്ചയുടെ അങ്ങ് അറ്റത്താണ് നിൽക്കുന്നത്. ആദ്യകാലത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു, എന്തോ ഒരു ഐക്യമായിരുന്നു, എവിടെ പോയാലും ഒരുമിച്ച്, എല്ലാ ആഴ്ചയിലും ടൂറ് പോകുന്നു. ഇപ്പോൾ ശത്രുക്കളെ പോലെ ആയിരിക്കുന്നു. പരസ്പരം മിണ്ടിയിട്ട് തന്നെ നാളെത്രയായി? നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് എത്ര നാളായി? നിനക്ക് സന്തോഷമാണോ, സുഖമാണോ, എന്നാ ഉണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് തന്നെ നിനക്കൊരു കാപ്പി വേണോ, ചായ എടുക്കട്ടെ, നീ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുക പോലും ഇല്ല ഇപ്പോൾ. അങ്ങനെയുള്ള ബന്ധമാണോ ഇന്നുള്ളത്? ഒരു വീട്ടിലായാലും മനസ്സുകൾ തമ്മിൽ രണ്ടാണ്. ചേർന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് അങ്ങ് തന്ന ബന്ധമൊന്നും പിരിയാനാകല്ല്. എനിക്ക് ദൈവം തന്ന ബന്ധമൊന്നും പിരിയാനാകരുത്. എനിക്ക് ദൈവം തന്ന ഒരു ബന്ധവും ഞാൻ കളയത്തില്ല. അത് ആ ശുശ്രൂഷയായിരിക്കാം, ദൈവത്തോടുള്ള ബന്ധമായിരിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാകാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാകാം, ഉത്തമ സുഹൃത്തുമായൊരു ബന്ധമാകാം. നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ചില ബന്ധമുണ്ട്, നിനക്ക് ആശ്വാസം തരുന്ന ചില ബന്ധമുണ്ട്. സാരമില്ലടാ, ശരിയാകുമെന്ന് പറയുന്ന ചില നല്ല മനുഷ്യരുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ, ഞാൻ വേണ്ട പോലെ നിന്നെ സഹായിക്കാം, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറയുന്ന ചില മനുഷ്യരുണ്ട്. എന്താ നിന്റെ മുഖം വാടിയിരിക്കുക, എന്താ വിഷയമുണ്ടല്ലോ, സാരമില്ല, നിനക്ക് റെഡിയാകും എന്ന് പറയുന്ന ചിലരുണ്ട്. ആ ബന്ധമൊക്കെ നിനക്ക് ദൈവം തന്ന ചില ബന്ധമാണ്. ചില ആളുകൾ എന്തിനാ ഓടി അനുഗ്രഹയിലേക്ക് വന്നത്? ചില ദൂരെ നിന്ന് ഇവിടെ വഴി ബ്ലോക്കാണ്, TV ന്യൂസിൽ മുഴുവൻ കേട്ട് വയനാട് ചുരം ബ്ലോക്കാണ്, എന്നിട്ടും അവിടെ നിന്ന് ആളുകൾ വേറെ വഴിക്കൊക്കെ യാത്ര ചെയ്ത് എന്തിനാ ഇവിടെ വന്നത്? ഒരു ബന്ധം, ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹവുമായുള്ളൊരു ബന്ധം. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാതെ ഇവിടെ വന്നത്. ഇവിടെ വരാൻ കാരണമായത് ദൈവത്തോടുള്ള ബന്ധം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം, ശുശ്രൂഷയോടുള്ള ബന്ധം, ആത്മീയമായി നിൽക്കുന്ന ചില മനുഷ്യരോടുള്ള ബന്ധം, ആത്മീയമായി നിൽക്കുന്ന ചില പ്രധാനപ്പെട്ട ആളുകളോടുള്ള ബന്ധം. ചില ആളുകൾ പറയാറില്ലേ, ഒരു നിമിഷം കേട്ട് ചിലർ പറയും, ഞങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ, അയാൾ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വലിയ അനുഗ്രഹമാണെന്നൊക്കെ കളയല്ല ബന്ധം. ചിലപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ വേഗം ഒരാളെ വിളിച്ച് നമ്മൾ സംസാരിക്കും, എടാ ഭയങ്കര ഒരു പ്രയാസമാണ്, ഭയങ്കര ടെൻഷനാ, ആ ബന്ധം നിനക്ക് ദൈവം തന്നതാ, സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക, നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് അതിന് മാറ്റമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മളോട് പറയുന്ന ഒരാൾക്കാരില്ലേ, അത് ദൈവം നിനക്ക് തന്ന ബന്ധം. അത് സുഹൃത്താകാം, ഫാമിലി ഫ്രണ്ടാകാം, ഉത്തമ ബന്ധമാകാം, അത് ദൈവം നിനക്ക് തന്ന ബന്ധമാണ്. അല്ലാത്ത കുറേ ബന്ധമുണ്ട്, നിൻ്റെ നന്മയിൽ അസൂയപ്പെടും, നിനക്ക് മദ്യം തന്നും മയക്കുമരുന്ന് തന്നും നിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ചില ബന്ധമുണ്ട്. നിൻ്റെ കൂടെ നിന്ന് നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന ചില മനുഷ്യരുണ്ട്. നിന്നെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന ബന്ധമുണ്ട്. കൂടെ നിന്ന് കുതികാല് കെട്ടുന്ന ബന്ധമുണ്ട്. തിരിച്ചറിയില്ല പലരും, കുറേ കഴിഞ്ഞാൽ തിരിച്ചറിയുന്നത്. എനിക്ക് ദൈവം തരാത്ത ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് ദൈവം തരാത്ത ഒരു ബന്ധം ഇനി എത്ര വലുതാന്ന് പറഞ്ഞാലും, എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും, ഇനി വലിയ 10 വാഹനം മേടിച്ച് തരാമെന്ന് പറഞ്ഞാലും, ഇവിടെ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിത് തന്നേക്കാം എന്ന് പറഞ്ഞാലും, ദൈവം തരാത്ത ബന്ധമാണോ? എനിക്കത് വേണ്ട. ദൈവം തന്ന ബന്ധം മതി എനിക്ക്. ദൈവം തരുന്ന ബന്ധമാണ് നിന്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നിങ്ങളൊന്ന് നിമിഷം കണ്ണുകൾ അടച്ച് ഈ പാട്ടിൻ്റെ വരികളൊന്ന് പാടുകയാണ്. പിരിയാനാകരുതേ ഈ ബന്ധമെന്ന്. ഒരു പക്ഷേ ഇത് കേട്ടതാണല്ലോ, വേറൊന്നും പറയാനില്ലേ, സാരമില്ല, എന്തോ ഒരു നന്മയ്ക്കാണ്, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ വരാനാണ്. പിരിയാനാകരുതേ ഈ ബന്ധം, പിരിയാനാകരുതേ ഈ ബന്ധം. പ്രാർത്ഥിച്ചു കൊണ്ടൊന്ന് പാടിയേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. ദൈവം തന്ന ബന്ധങ്ങൾ പിരിയരുത്. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിക്കും. ബന്ധം മാറാനാകരുത്, മാറാനാകരുതേ മാർവിൽ നിന്നും.
അതുകൊണ്ട് എന്തു പറയണം? പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാനാ മാവിൽ നിന്നും. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പിരിയാനാകരുതേ ഈ ബന്ധം, ആ കുടുംബ ജീവിതത്തിന്റെ ആ ബന്ധം, ആ മക്കളുമായിട്ടുള്ള ബന്ധം ദൈവമേ അങ്ങ് ചേർത്തതാണ് അവരെ, അങ്ങ് ഒരുമിച്ചതാണ് അവരെ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പലരും ദുഃഖിതരാണ്, പലരും സങ്കടം അനുഭവിക്കുന്നുണ്ട്. പിരിയാനാകരുതേ, പല കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ട്, പലരുടെയും ഹൃദയം തേങ്ങുന്നുണ്ട്. ദൈവമേ ശരിയാണല്ലോ, ഈ വിഷയമാണല്ലോ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്, ഈ വിഷയമല്ലേ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്, ഈ വിഷയമല്ലേ. ഈ ബന്ധം മാറാനാകരുതേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ പാട്ടുകളെ പിരിയില്ലിനി, പിരിയില്ലിനി, പിരിയില്ലിനിയും മരണം വരെയും വിശ്വസിച്ച് പിരിയില്ലിനിയും എത്ര നാൾ മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഹല്ലേലൂയ. ഒരു കരമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇത് നല്ലൊരു അനുഗ്രഹമായി മടങ്ങി പോകും. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില ആളുകളിൽ, മക്കളിൽ ഒക്കെ ചില നന്മകൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും. ഇവിടെ എഴുതി തന്ന നിയോഗങ്ങളിൽ 1% ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ നമുക്ക് തോന്നും ഈ ബന്ധം പിരിയേണ്ടതാണ്. ശരിക്കും കേൾക്കണം മുഴുവൻ. വലിയ വീട്ടിലെ രണ്ടാളുകൾ, സമ്പത്തിന് ഒരു കുറവുമില്ല, സൗന്ദര്യത്തിന് ഒരു പഞ്ഞവുമില്ല, സൗന്ദര്യമുള്ളവരും തലയെടുപ്പുള്ളവരും വീടും കാറും ചുറ്റുപാടും എല്ലാം ഉള്ളവരാണ്. ആ വീട്ടിലെ മകനും ഇപ്പുറത്തെ കുറച്ച് അകലെയുള്ള അവരുടെ മകളും തമ്മിൽ അവരുടെ വിവാഹം പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്തിരിക്കുവാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് തോന്നുവാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കല്യാണമൊക്കെ ഭംഗിയായി നടക്കാൻ കൽക്കുരിശിൽ എണ്ണയൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു വ്യാഴവും വെള്ളി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇങ്ങനെ തീരുമാനിച്ചു. അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്. എല്ലാ കാര്യവും ഒത്തിരി തിരക്കുണ്ട്, ഭക്ഷണം എല്ലാം ഒത്തിരി കാര്യങ്ങൾ, കല്യാണമല്ലേ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. അപ്പോൾ ആ വ്യക്തി താഴെ വ്യാഴാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവരന്വേഷിച്ചു ചെറുക്കൻ്റെ വീട്ടുകാരെങ്ങനെ ഉണ്ട്, കെട്ടാൻ പോകുന്ന പയ്യൻ എങ്ങനെയുണ്ട്. അവരും അന്വേഷിച്ചു, ഒരു കുഴപ്പമില്ല, ആരുടെയും ഒരു കുറവും അവരുടെ രണ്ടുപേരുടെയും ദൃഷ്ടിയിൽ രണ്ടുപേരും ഭയങ്കര ഐക്യത്തില്ല. പക്ഷെ നമ്മുടെ താഴത്തെ ധ്യാനച്ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി, ആ പെൺകുട്ടിയുടെ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ ചെവിയിൽ പറയുന്നത് പോലെ കേൾക്കുവാണ്, മോളെ ആ കല്യാണം നടത്തല്ലേ, മോളെ ആ കല്യാണം നടത്തല്ലേ, കല്യാണത്തിന് കുറച്ച് നാളുകൾ കൂടിയുള്ളൂ. ഇവിടെ എന്താ ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം പറഞ്ഞുറപ്പിച്ചതിന് വലിയ താമസം ഇല്ലാണ്ട് ആഘോഷപൂർവ്വം നടക്കുവാണ്. ഇതാരാ ഈ ചെവി വന്ന്, മോളെ നീ കൊച്ചിൻ്റെ കല്യാണം ഇവിടെ വരണ്ടായിരുന്നു, ഈ ആലയത്തിൽ വരണ്ടായിരുന്നു. ആരും പറയുമല്ല, പക്ഷെ ആരോ പറയുന്ന പോലെ ആളുടെ ചെവി കേൾക്കുവാണ്. പാടി നോക്കി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോയി അതിലൊക്കെ നടന്ന് ഈ ശ്രദ്ധ മാറിപ്പോകാൻ വേണ്ടി ചിന്തിക്കാൻ പോലും പറ്റില്ല ഇനി കല്യാണം മാറിപ്പോകുന്നത്. പക്ഷേ ഈ ചേച്ചി, അമ്മ കേൾക്കുവാണ്, മോളെ നീ കല്യാണം നടത്തല്ലിത്, കല്യാണം നടത്തല്ല്. ഇതന്നെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ പിശാച് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഇത്രയും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എന്തിനാ ഈ പിശാച് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇങ്ങനെ മാറിപ്പോകാൻ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നത്?
ആ സ്ത്രീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഓർത്തു, ശേ വരണ്ടായിരുന്നു ഇവിടെ. സന്തോഷത്തോടെയാണ് വന്നേ. പക്ഷെ ഇവിടെ നിന്ന് കേട്ട ആ ശബ്ദം, കല്യാണം നടത്തല്ലെന്ന് ശുശ്രൂഷകരാരും പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, ഇങ്ങനെ കേട്ട് മനസ്സിൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ കേട്ട ശബ്ദം കേട്ട് സങ്കടത്തോടെ പോയപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ കല്യാണം ഭംഗിയായി നടത്തണേ, കല്യാണം ഭംഗിയായി നടത്തണേ. ഞങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യവും എല്ലാം റെഡിയായി, കാറ്ററിംഗ് റെഡിയായി, തലേ ദിവസത്തെ എല്ലാ സംവിധാനങ്ങളും റെഡിയായി, കല്യാണം മുടങ്ങിപ്പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകളെ കല്യാണം കഴിക്കാനിരുന്ന ആളെ പോലീസ് പിടിച്ചു. മാരക ലഹരി വസ്തുക്കളുമായി പോലീസ് പിടിച്ചു. അത് പത്രത്തിൽ ചെറിയൊരു വാർത്തയായി വന്നു. പിന്നീടാണ് മനസ്സിലായത് ഇവൻ മയക്കുമരുന്നിൻ്റെ ഒരു മയക്കുമരുന്നിന് സമ്പത്തൊക്കെ ഇഷ്ടം പോലെ വീട്ടിലെ പയ്യനാ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ആരും അപ്പനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ഇത് ആർക്കും അറിയത്തില്ലായിരുന്നു. മാരക ലഹരി വസ്തുക്കളുമായി പോലീസ് പിടിച്ചു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് ആ അമ്മ ഇങ്ങനെ ചിന്തിച്ച്, ദൈവമേ ഞാൻ അന്ന് അവിടെ നിന്ന് കേട്ട ശബ്ദം, മോളെ നീ ആ കല്യാണം നടത്തല്ലേ, മോളെ നീ ആ കല്യാണം നടത്തല്ലേ. ഇതാരെ ഈ പറയുന്നത്? ഇത്രയും ആഘോഷമായി കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചു, പന്തലെല്ലാം ഏൽപ്പിച്ചേച്ച്, ഇതാരെ ഈ ചെവി പറയുന്നത്? നിങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ചില ബന്ധങ്ങളെ ദൈവം അടർത്തി മാറ്റും. വേണ്ടത് നിനക്കത് കൊള്ളത്തില്ല. ചില ബന്ധങ്ങളെ ദൈവം ഉറപ്പിക്കും. ഉപകാരം ആ അമ്മ പറഞ്ഞു, ഒത്തിരി വിഷമം ഉണ്ടായെങ്കിലും സന്തോഷമുണ്ടായി. ഞാൻ ആ താഴത്തെ ചാപ്പിലിരുന്നപ്പോൾ എൻ്റെ ശബ്ദം ഞാൻ കേട്ടത് ആരോ പറയുന്ന പോലെ ഇങ്ങനെയാണ്, നടത്തല്ലേ മോളെ നീ ആ കല്യാണം നടത്തല്ലേ. ആ സമയത്ത് ഇത് കേൾക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, രണ്ടുപേരും തമ്മിൽ സ്നേഹമാണ്, വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, വീട്ടുകാർ തമ്മിൽ ഐക്യമാണ്, ഒരു പ്രശ്നവും ഇല്ല. ചില ബന്ധങ്ങളെ ദൈവം അകറ്റിക്കളയും. എല്ലാ ബന്ധവും നമുക്ക് വേണ്ട, അനുഗ്രഹമുള്ള ദൈവം തരുന്ന ബന്ധം മതി. നിങ്ങൾ ഒരു കര ഹൃദയത്തോട് ചേർത്ത് വെച്ച്, സാധ്യമെങ്കിൽ ഒരു കരമൊഴി. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല ബന്ധം വർദ്ധിക്കണ്ടേ? നിങ്ങൾ എത്രയോ പേരാ വഴക്കിട്ട് അകന്നിരിക്കുന്നത്. ആരും പിണങ്ങിയിരിക്കരുത്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹവുമായി വീട്ടിൽ കയറി ചെല്ലണം. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം വീടിൻ്റെ വിടുതലായി മാറണം. ഇവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാനഡയിലുള്ള, അമേരിക്കയിലുള്ള, UK-യിലുള്ള, ഓസ്ട്രേലിയയിലുള്ള, സൗത്ത് ആഫ്രിക്കയിലുള്ള, സ്വിറ്റ്സർലൻഡിലുള്ള, ദുബായിലുള്ള, സൗദിയിലുള്ള നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, അവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി മാറണം. നിങ്ങളുടെ വീടിനടുത്തുള്ള താമസിക്കുന്ന നിങ്ങളുടെ മകൻ, മകൾ, കെട്ടിച്ചയച്ചിരിക്കുന്ന മകൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു വിഷമമുണ്ട്, എവിടെയൊക്കെയോ ചില സങ്കടമുണ്ട്, എവിടെയൊക്കെയോ ചില അകലച്ചകളുണ്ട്. ദൈവമേ അങ്ങ് ചേർത്ത ബന്ധങ്ങളെ നിങ്ങളൊന്ന് ഇവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ചൊന്ന് പറഞ്ഞ്, പിരിയാനാകരുതേ, പിരിയാനാകരുതേ, ഈ ബന്ധം മാറാനാകരുതേ, ഒന്ന് പറഞ്ഞേ പ്രാർത്ഥനയോടെ, വിശ്വസിച്ച് പറഞ്ഞേ, പ്രാർത്ഥനയോടെ പറഞ്ഞേ, ഈ ബന്ധം മാറാനാകരുത്, മാറിൽ നിന്നും. അതുകൊണ്ടൊരു തീരുമാനം പറഞ്ഞേ, പിരിയിൽ ഇനിയും എത്ര നാൾ? മരണം വരെയും. പറഞ്ഞേ വാ തുറന്ന് പറഞ്ഞേ, പിരിയിൽ ഇനിയും മരണം വരെയും, മാറിൽ ഇനിയും ഞാനാ, മാറിൽ നിന്ന്. കരങ്ങൾ താഴ്ത്തി, മാറിൽ ഇനിയും ഞാനാ, മാർവിൽ നിന്നും. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്. നിങ്ങൾ ചില മനുഷ്യരെ, ചില പ്രിയപ്പെട്ടവരെ മനസ്സിൽ കാണുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവരെ ഇന്ന് അകന്നാ നിൽക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി അനുഗ്രഹയെ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി പ്രയാസമുണ്ട്. നിങ്ങൾ എവിടെയാണ് പോകും? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണോ? എൻ്റെ പേർക്കൊന്നും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇച്ചിരി വിഷയമുണ്ട്, ഞങ്ങൾക്കറിയില്ല എങ്ങനെയാ അത് പരിഹരിക്കേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ചിലർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ചില വീട്ടുകാർ ആലോചിക്കുന്നു, ദൈവമേ എങ്ങനെ എൻ്റെ പിള്ളേരുടെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കും. ദൈവം അതിനൊരു വഴി തുറക്കാൻ പോവുകയാണ്. ദൈവം അതിനുള്ള ഒരു വഴി തുറന്നിരിക്കും. അതിനൊരു വഴി തുറന്നിരിക്കും. നിങ്ങൾ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒന്ന് അധരം തുറന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ശബ്ദമുയർത്തി യേശുവേ,
പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. ഈ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവാനുഗ്രഹമുള്ള ബന്ധങ്ങളെ അനുഗ്രഹിച്ചുറപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. നല്ല ബന്ധങ്ങൾ നിങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകുന്ന നല്ല ബന്ധങ്ങൾ. കുതികാല് കെട്ടുന്ന ഒരു ബന്ധവും വേണ്ട. നല്ല ബന്ധങ്ങൾ എൻ്റെ പിള്ളേർക്കുണ്ടാകണമേ. നല്ല ബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകണമേ. നല്ല ബന്ധങ്ങൾ എനിക്കുണ്ടാകണമേ. നല്ല ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ അനുഗ്രഹമാണ്. നല്ല ബന്ധങ്ങളാണ് നമ്മളെ നല്ല നിലയിൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം ഒരു വചനം ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യമാണ്. 22 മുതലുള്ള വാക്യം, 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ഇത് സ്പീഡിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. 3 കഷ്ണങ്ങളായി മുറിക്കുവാണ്. ഒരുപാട് ആളുകൾ ജനസഞ്ചയം എന്നാണ് എഴുതിയിരിക്കുന്നത്. 5-10 പേരല്ല, 100 പേരല്ല, ഒരു വലിയ ജനസഞ്ചയോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുള്ള സ്ഥലത്തിന് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ജനസഞ്ചയത്തെ യേശു പിരിച്ചുവിട്ടു. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു, പിരിച്ചുവിട്ടു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ വള്ളത്തെ കയറി വേഗം വിട്ടോ. യേശു ആ കൂട്ടത്തിൽ പോയില്ല. യേശു എങ്ങോട്ട് പോയി എന്ന് എഴുതിയിട്ടുണ്ട്. 23-ാമത്തെ വാക്യം. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. എങ്ങനെ പോയി? 2 പേരെ കൂട്ടിയല്ല, ഒറ്റയ്ക്ക്. ഒന്നാമതേ യേശു ക്ഷീണിച്ചായിരിക്കുന്നേ. കാരണം അത്രയും നേരെ ജനസഞ്ചയത്തിൻ്റെ കൂടെ പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും അവിടെ നിന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വള്ളമെടുത്ത് അക്കരയ്ക്ക് പൊക്കോ, മറുകരയ്ക്ക് പൊക്കോ, ഞാൻ നാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് യേശു ഒറ്റയ്ക്ക് ഏകാന്തതയിൽ മലയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിക്കാൻ. അപ്പോൾ യേശു പോലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളിവിടെ വന്നത് എന്തിനാണ്? പ്രാർത്ഥിക്കാനാണ് ഈ മല കയറി വന്നത്. പ്രാർത്ഥിക്കാനാണ്. പ്രതികൂല കാലാവസ്ഥ, മണ്ണിടിച്ചിൽ, റോഡ് ബ്ലോക്ക്, അയ്യോ ഇനി ഞങ്ങൾ എവിടെ, ഇത്രയും ദൂരം എന്തിനാ വന്നതെന്നറിയാം? ഒറ്റ കാര്യത്തിനാ, പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുമാ ഒരു മല കയറി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടം വരെ വന്നത്. യേശുവും ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഒറ്റയ്ക്കിരിക്കുവാണ് ഒരു മലയുടെ മുകളിൽ. രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. രാത്രിയായപ്പോഴും, രാത്രിക്ക് ഒറ്റയ്ക്ക്, ഇന്നത്തെ പോലെ ലൈറ്റോ സംവിധാനം, എമർജൻസി ലാമ്പോ ഫോണോ ഒന്നുമില്ലാത്ത കാലത്ത് ഒറ്റയ്ക്ക്, ഒരു മെഴുകുതിരി വെട്ടം പോലും ഇല്ലാതെ യേശു ഒറ്റയ്ക്ക് ആ മലയിലിരുന്നു. രാത്രി അവിടെ ഇരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞു. ഇത് 2 തമ്മിലൊരു TV സ്ക്രീനിൽ എന്ന പോലെ കാണണം. യേശു ഇരിക്കുന്നത് ഒറ്റയ്ക്ക് രാത്രിയിൽ ഒരു മലയുടെ മുകളിലാണ്. കണ്ണെത്താത്ത ദൂരത്താണ് ഇപ്പോൾ ശിഷ്യന്മാരുള്ളത്. ഒരുപാട് അകലെയാണ്. വള്ളത്തിൽ കയറി അവർ തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുക. രണ്ടും 2 സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അടുത്ത കാര്യം വളരെ ശ്രദ്ധിക്കണം. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. അതെങ്ങനെയാ യേശു അറിഞ്ഞത്? യേശു ആ കൂട്ടത്തിലില്ലല്ലോ. യേശു ഉള്ളത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒരു മലയുടെ മുകളിലാണ്. സമയം രാത്രിയാണ്. ശിഷ്യന്മാരുള്ളത് വള്ളം തുഴഞ്ഞ് കടലിലാണ് ഉള്ളത്. ഇന്നത്തെ കാലത്താണ് നമ്മൾക്ക് ഫോൺ വിളിച്ച് പറയാം, ഞങ്ങൾ വലിയൊരു പ്രയാസത്തിലാണ്, കടലിൻ്റെ നടുക്കാണ് ഉള്ളത്, എങ്ങനെയായാലും സഹായിക്കാൻ ആരെയെങ്കിലും ഏൽപ്പിക്കണം. ഇന്നത്തെ പോലെ ഫോണില്ല, വാട്സപ്പില്ല, യൂട്യൂബില്ല, മെസ്സേജില്ല, ഈ കുന്ത്രാണ്ട് ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ പ്രാർത്ഥിച്ച ആൾ യേശു എങ്ങനെയാ അറിഞ്ഞ് പ്രിയപ്പെട്ടവരൊരു പ്രതിസന്ധിയിലാണെന്ന്? പ്രാർത്ഥിക്കുന്നവർക്കറിയാം, കാണാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്.
എങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇന്നും ചില അമ്മമാർക്കും ചില അപ്പച്ചന്മാർക്കും ചില ശുശ്രൂഷകർക്കും അവർ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അവർ ആത്മകണ്ണുകൾ കൊണ്ട് കാണും. ചിലത് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കാണാതെ തന്നെ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ചില കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ല, നമുക്കെതിരെ അങ്ങപ്പുറത്തിരുന്നവർ ഗൂഢാലോചന നടത്തിയതൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല, നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പുറത്തെ മുറിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി, കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അവർ നമുക്കെതിരെ എന്തോ പറയുവാണ്, നമുക്കെതിരെ നിന്ന് വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുവാണ്. അതെങ്ങനെയാ പുള്ളി അറിഞ്ഞ്? പ്രാർത്ഥിക്കുന്നവൻ അറിയാൻ പറ്റും ചില നീക്കങ്ങൾ. നിങ്ങൾ കാണാത്തൊരു കണ്ണ് പ്രാർത്ഥിക്കുന്നവൻ്റെ നെറ്റിയിലുണ്ട്. അത് ആര് നോക്കിയാലും കാണത്തില്ല, നിങ്ങൾക്കും വേണം. മറ്റൊരാൾ നോക്കിയാൽ കാണാത്ത 10 കണ്ണുകൾ നിങ്ങൾക്ക് വേണം. മറ്റൊരാൾ നോക്കിയാൽ കേൾക്കാത്ത 10 ചെവികൾ നിങ്ങൾക്ക് വേണം. നമുക്ക് 2 ചെവിയേ ഉള്ളൂ, 2 കണ്ണേ ഉള്ളൂ, പോരാ. നിങ്ങൾ നോക്കിയാൽ കാണാത്ത 10 കണ്ണുകൾ എനിക്കുണ്ടെന്ന് എനിക്കുണ്ടാകണം. ഞാൻ നോക്കിയാൽ അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും ചതിക്കാൻ പറ്റത്തില്ല വേറൊരാൾക്ക്. ശത്രുവിൻ്റെ നീക്കങ്ങൾ അവൻ നേരത്തെ അറിയും. നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ലല്ലോ, നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലല്ലോ ഇവിടെ വന്നത്, നിങ്ങൾ വേറെന്തോ കാര്യത്തിനാണല്ലോ എന്നോട് ഇടപെട്ടത്, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ എൻ്റെ കയ്യെ പിടിച്ചത്, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ നിങ്ങൾ വണ്ടിയെ കയറിയത്, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ നിങ്ങൾ ഔട്ടിങ് പോയത്, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ. പുള്ളി എങ്ങനെ അറിഞ്ഞു? പുള്ളിക്ക് എന്തോ പ്രാർത്ഥിക്കുന്നവൻ ഒന്നും കണ്ടിട്ടില്ല. യേശു ഇരുട്ടത്ത് മലയുടെ മുകളിലാണ്, പക്ഷെ അറിഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒരു പ്രതിസന്ധിയിലാണെന്ന്. പ്രാർത്ഥിക്കുന്നവൻ അറിയാൻ പറ്റും ചില പ്രതിസന്ധികളെ നേരത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾക്കും ചിലപ്പോൾ തോന്നില്ല, ഇവിടെ ഇരിക്കുന്ന ചിലരെ ഇന്നല്ല പല പ്രാവശ്യം വന്നവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ തമ്മിൽ എന്തോ വിഷയത്തിന് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതായി ഞങ്ങളിങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ടു. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, അപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു, അപ്പോൾ തിരിച്ചു മറുപടി, മമ്മി ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അവരത് പറയുന്നതിന് മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന അമ്മയ്ക്ക് മനസ്സിൽ തോന്നി, എൻ്റെ മകൾ അവിടെ ആ രാജ്യത്ത് എന്തോ വിഷയത്തിൽ ഭയങ്കര പ്രയാസത്തിലാണെന്ന്. ചില ആളുകൾ പറയില്ലേ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, എന്തോ ഒരു അനർത്ഥം വരുന്ന പോലെ, എന്തോ ഒരു പ്രയാസമുണ്ട്, നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചു വേണം കേട്ടോ വണ്ടി ഓടിക്കാൻ, നിങ്ങൾക്ക് എന്തോ ഒരു അനർത്ഥം വരുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പറയും ദൈവമേ വലിയൊരു അപകടമാണ് മാറിപ്പോയത്, വലിയൊരു പ്രതിസന്ധിയാണ് മാറിപ്പോയത്. പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള ബന്ധം എന്തിനാണെന്നറിയാവോ? കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറയാനല്ല, പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മളോട് ചിലർ പ്രാർത്ഥിക്കുന്നവർ പറയും, ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ, ഇച്ചിരി ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ കാണാതെ തന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേ, ഇപ്പോഴൊന്നും അല്ല, ഒരമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നുക എൻ്റെ മകൻ അടുക്കി വച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഇടയിലൊന്ന് തപ്പണമെന്ന്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മയ്ക്ക് തോന്നിയത്. ആ മകൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല, അമ്മയ്ക്ക് ആ മകനെ വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ആ മകന് കിടക്കാൻ ഒരു മുറിയും ഒരു ഭിത്തിയിൽ ഒരു അലുമാരിയുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നുക, എൻ്റെ മകൻ്റെ ആ ബുക്കൊക്കെ വച്ചിരിക്കുന്ന അലുമാരി ഒന്ന് പരിശോധിക്കണം. ചുമ്മാ അങ്ങ് തോന്നുക. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോയ സമയത്ത് ഈ അമ്മ ആ ബുക്കുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു പൊതി കിട്ടി. അമ്മയ്ക്ക് പിടികിട്ടിയില്ല ഇതെന്താണെന്ന്. അപ്പോൾ ഈ പൊതിയുമായി അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇത് എൻ്റെ ഒരു പൊതി കിട്ടിയതാ. അവർ നോക്കിയിട്ട് അവിടുത്തെ ഒരു പയ്യൻ നോക്കിയിട്ട്, ഒരു ചെറുപ്പക്കാരൻ നോക്കിയിട്ട്, അല്ല ചേച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടി? അല്ല ഇത് എൻ്റെ മകൻ്റെ ബുക്കിൻ്റെ അവിടുന്ന് കിട്ടിയതാ. മമ്മി ഇത് ചേച്ചി ഇത് കഞ്ചാവ് പോലത്തെ ഒരു സാധനമാണ്, ഇത് ഭയങ്കര പ്രശ്നമുള്ളതാ. അതാണ് അവിടെ ആ ഒരു വിഷയം അത് കണ്ടുപിടിക്കാൻ കാരണമായി. അമ്മയ്ക്ക് തോന്നുക ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൻ്റെ ആ അലമാരിയൊക്കെ ഒന്ന് പരിശോധിക്കണം, ആ ഉടുപ്പൊക്കെ വച്ചിരിക്കുന്നിടത്തൊന്ന് എല്ലാം അടുക്കി പെറുക്കി നോക്കണം. ഇവിടെ ഇരിക്കുന്ന വേറൊരാൾക്ക് തോന്നി എൻ്റെ കൊച്ചിൻ്റെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കണം, എൻ്റെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കണം. നിൻ്റെ ഫോണിൽ എന്തുവാ, നിൻ്റെ ഫോണിൽ തോന്നുക, മനസ്സിൽ തോന്നി ദൈവം അത് കാണിച്ചു തരുന്നതാണ്.
മനസ്സിൽ ദൈവം കാണിച്ചു തരുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് മാത്രമല്ല, നിൽക്കുന്ന എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെയും ദൈവം ഇത് കാണിച്ചു തരും. പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും കാണിച്ചു തരും ചില കാര്യങ്ങൾ. പ്രാർത്ഥിക്കുന്നവരോട് പറയില്ലേ, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പുള്ളി അറിഞ്ഞത്? അത് നിന്റെ തലയിൽ കൈവച്ചപ്പോൾ ദൈവം അത് കാണിച്ചു. നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നൊരു വാതിൽ പോലെ നിനക്കൊരു വാതിൽ ദൈവം തുറന്നു തരും. പുള്ളി എന്തിനാണാവോ അത് പറഞ്ഞത്? പുള്ളി അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണല്ലോ, പുള്ളി അതിന് വലിയ പഠിപ്പൊന്നും ഇല്ലല്ലോ, പുള്ളി ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പുള്ളി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടിയുള്ളതിനെ പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണിലത് കാണും. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്ന യേശു അപ്പുറത്തെ മലയിലായിരിക്കുന്നത്, ഇരുട്ടത്തായിരിക്കുന്നത്. ശിഷ്യന്മാർ ഉള്ളത് കടലിലാണ്. കടലിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, വല്ലാതെ ആടി ഉലഞ്ഞ് ജീവിതം ഒരു മരണത്തിൻ്റെ മുമ്പിലാണെന്ന് പ്രാർത്ഥിക്കുന്ന യേശു അറിഞ്ഞു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ നാളുകളിൽ സഹായിക്കുന്നത്. പ്രശ്നമുള്ള, പ്രതിസന്ധിയുള്ള സാക്ഷ്യം പറഞ്ഞ വ്യക്തി എന്തുവാ പറഞ്ഞത്? ഒരു വലിയ പ്രയാസമുണ്ടപ്പോൾ നാട്ടിലെ പ്രമാണി അല്ല സഹായിച്ചത്, പണമുള്ളവൻ എടുത്തെറിയുകയല്ല ചെയ്തേ, പ്രാർത്ഥിക്കുന്നവനാ സഹായിച്ചേ. പ്രാർത്ഥനയിൽ നിൽക്കുന്ന കടബാധ്യതയുള്ളവരുണ്ടോ? പ്രാർത്ഥിക്കുന്നവന് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? അപ്പുറത്തെ വലിയ പഞ്ചായത്ത് പ്രസിഡന്റിനല്ല ചെയ്യാൻ പറ്റുന്ന, പ്രാർത്ഥനയുള്ളവൻ്റെ കരങ്ങളിലാണ് അതിൻ്റെ പരിഹാരം ദൈവം കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് ചില പ്രശ്നങ്ങളുടെ ഉത്തരമുള്ളത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളിലാണ് ചില വിടുതലുകളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണിലാ ചില കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ചിലരോട് ചോദിക്കില്ലേ, നീ അവിടെ എന്തോ ഒരു കാര്യത്തിൽ നീ എന്തോ ഒരു കാര്യത്തിൽ കുടുങ്ങി കിടക്കുവാണ്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തോന്നിയതാ ആയിക്കോട്ടെ, തോന്നിയതായിക്കോട്ടെ, 95% തെറ്റായിക്കോട്ടെ, 5% നീ എടുത്താൽ മതി. നിൻ്റെ മനസാക്ഷിയോട് നീ ചോദിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അതെങ്ങനെയാണ് വയനാട്ടിൽ കിടക്കുന്ന പുള്ളിക്ക് പിടികിട്ടിയത്? വയനാട്ടിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്ന പുള്ളിക്ക് എങ്ങനെയാണ് എൻ്റെ കാര്യം പിടികിട്ടിയത്? പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണിൽ ചില കാര്യങ്ങളെ ദൈവം കാണിക്കും. അത് സത്യമായിരിക്കും. നോ എന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും അവൻ്റെ മനസാക്ഷി പറയും, പുള്ളി പറഞ്ഞത് ശരിയാണ് ദൈവമേ എന്ന് ചിന്തിക്കും. എല്ലാം ഒന്നും എടുക്കണ്ടെന്നേ. ഞാനായിക്കോട്ടെ, നിങ്ങളോട് 95% തെറ്റായി പോക്കോട്ടെ, 5% ശരിയുണ്ടാവും, 5% അതിനകത്ത് സത്യം ഉണ്ടാവും. ദൈവം നിങ്ങളോട് സംസാരിക്കും. അടുത്ത ഭാഗം വായിക്കുക. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. എതിലേക്കൂടെ നടന്നു? ഞാൻ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ്, ഒരു ഉറച്ച സ്ഥലത്തോടെയാണ് നടക്കുന്നത്. താന്നു പോകത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന് ഉറപ്പുണ്ട്. നിങ്ങളിരിക്കുന്നതും താന്നു പോകാത്തൊരു സിമെൻറ്റ് പ്രതലത്തിലാണ്, താന്നു പോകത്തില്ല. യേശു നടന്നത് ഒരു ഗ്രൗണ്ടിലൂടെയല്ല, ഒരു ടെറസിൽ കൂടെയല്ല, ഒരു ഉറച്ച പ്ലാറ്റ്ഫോമിൽ കൂടെയല്ല. എതിരെ കൂടെ നടന്നേ? വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. ആര് നടന്നു? എവിടുന്നാ വന്നേ? പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന ആളാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ. ഈ പ്രശ്നം എങ്ങനെ എങ്ങനെ മാറും? പ്രാർത്ഥനയുള്ളവൻ, ദൈവത്തോട് ബന്ധമുള്ളവൻ ഏതു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും. 1000 പേര്, 10,000 പേര്, ലക്ഷക്കണക്കിന് ആളുകൾ നടന്നിട്ടും താന്നുപോയ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ താഴാതെ നടക്കും. ഇനി അടുത്തൊരു കാര്യമുണ്ട്. ഈ കടല് പ്രക്ഷുബ്ധമാണ്, തിരമാല ഉയർന്നിട്ടുണ്ട്. ശിഷ്യന്മാർ പേടിച്ചായിരിക്കുന്നേ. എല്ലാവരും പേടിച്ചതിനെ പ്രാർത്ഥിച്ച യേശു പേടിച്ചിട്ടില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുക. എല്ലാവരും പേടിച്ചു, എല്ലാവരും വിറച്ചു. ഇനി എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല, ഇനി ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. എല്ലാവരും പേടിച്ച ഒരു കാര്യമാകാം. പ്രാർത്ഥനയുള്ളവൻ ലോകം മുഴുവൻ പേടിച്ചതിനെയും ഭയപ്പെട്ടതിനെയും പ്രാർത്ഥിക്കുന്നവൻ ഭയപ്പെടുകയില്ല. കാരണം പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നവന് ഏത് പ്രശ്നത്തിൻ്റെ മുകളിൽ കൂടെയും അവൻ നടക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ളവൻ ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടുകയില്ല. പ്രാർത്ഥനയുള്ളവൻ ഓരോ ഒറ്റപ്പെടലിനെയും ഭയപ്പെടുകയില്ല. പ്രാർത്ഥനയുള്ളവൻ ഒരു തരത്തിലുള്ള പ്രതികൂലങ്ങളെ ഭയപ്പെടുകയില്ല. കാരണം അവൻ പ്രാർത്ഥന കഴിഞ്ഞാണ് വരുന്നത്. ഇനി അടുത്തൊരു ഭാഗം വായിക്കുകയാണ്. അതിൻ്റെ താഴോട്ട് വായിച്ചേ. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ഈ ജലത്തിൻ്റെ മുകളിലൂടെ വരട്ടെ.
അങ്ങനെ പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്ന് വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഒറ്റ കാര്യമുണ്ട്, ദൈവത്തിൽ നിന്ന് കണ്ണെടുത്തപ്പോഴാ പ്രശ്നത്തിൽ താന്നുപോയത്. അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്, സെയിമാണ്. എന്നാണോ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കണ്ണെടുക്കുന്നത്, അന്നാണ് ഒരാൾ താന്നു പോകുന്നത്. ദൈവത്തിൽ നിന്ന് കണ്ണെടുക്കാത്തിടത്തോളം കാലം ഒരു പ്രശ്നത്തിലും, ഇനി 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയാലും നീ താന്നു പോകത്തില്ല. നിന്റെ കരത്തിൽ ദൈവം ചേർത്ത് പിടിക്കുക. അതുകൊണ്ടൊക്കെയാ പറഞ്ഞത് ഈ ബന്ധം കളയല്ലെന്ന്. ഈ ഏത് വെള്ളം പൊങ്ങിയാലും തിരമാല ഉയർന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ദൈവത്തോടുള്ള ബന്ധം കളയല്ലെന്ന് പറയാൻ ഇതാണ് കാരണം. ഒരു നിമിഷം ഒന്ന് കേട്ടെ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനും ഒരു കുഞ്ഞു കാര്യം കൂടി പറയട്ടെ. ഒരു സ്ഥലത്ത് 4 JCB പണിയെടുക്കുക. 10-15 ടിപ്പർ ഇങ്ങനെ പോയി വന്നു ഇരിക്കുക. മണ്ണ് കൊണ്ടുപോകുന്നു, മണ്ണ് കൊണ്ട് ഇടുന്നു. ഒരു വലിയൊരു പ്രദേശം മുഴുവൻ മാന്തി മണ്ണെടുത്തുകൊണ്ടിരിക്കുക. ആരോ പറഞ്ഞു 25 കോഴികളെ ഇടാൻ കോഴിക്കോട് പണിയാനാന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ? 25 കോഴികൾക്ക് താമസിക്കാനുള്ള കോഴിക്കോട് പണിയാനാണോ 4 JCB ഹിറ്റാച്ചി വെച്ച് 15 ടിപ്പറിന് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നമ്മളെ കളിയാക്കിയതാണെന്ന്. സത്യവാ. 4 JCB പണിയെടുക്കുന്നു, ഹിറ്റാച്ചി പണിയെടുക്കുന്നു, ഇഷ്ടംപോലെ പണിക്കാരുണ്ട്, 10-15 ടിപ്പർ പോയിക്കൊണ്ടിരിക്കുക. ഉറപ്പാ, അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ വലിയൊരു കെട്ടിടം വരാനാണ്. ഒന്ന് വല്ല കോളേജോ വല്ല വലിയ ബിസിനസ് സ്ഥാപനമോ കമ്പനിയോ ഏതാണ്ടോ വലിയത് ചെയ്യാൻ വലിയ കെട്ടിടം വരാൻ പോവുക. ഇതുപോലെ തന്നെയാണ് ഒത്തിരി കഷ്ടപ്പെട്ട് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിലവിളിക്കുന്നതും പാടുന്നതൊക്കെ കാണുമ്പം ഞങ്ങളിങ്ങനെ കാണുവാണ്, എന്തോ വലിയൊരു കാര്യം ദൈവം നിങ്ങൾ ചെയ്യാൻ പോവാണ്. എന്തോ ഒരു വലിയ കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ റിസ്ക് എടുത്ത് ഈ ചുരം കയറിയും നടന്നും മഴ നനഞ്ഞും മോട്ടോർഷേ കയറിയും ബസ്സേ കയറിയും ഒക്കെ ഇവിടെ വന്നത്. എന്തോ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്, എന്തോ വലിയൊരു കാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സമയം 12:30 ആകുകയാണ്. ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുപോവാ. ശിഷ്യന്മാർ ഭയന്ന് വിളിച്ചപ്പം സഹായിച്ചത് യേശുവോടുള്ള ബന്ധമാണ് സഹായിച്ചേ. ആ ബന്ധം ഇല്ലായിരുന്നെങ്കിൽ ആ പ്രതിസന്ധിയിൽ തകർന്നു പോയേനെ, ആ വള്ളം മറിഞ്ഞു പോയേനെ, അവർ വെള്ളത്തിൽ താന്നു പോയേനെ. ആ ബന്ധമാണ്. നിനക്ക് ദൈവത്തോടുള്ള ബന്ധം കളയാൻ കൂട്ടുകാർ പറയും, നാട്ടുകാർ പറയും, പല ആളുകാർ പറയും. നാണമില്ലേ നിനക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ? നാണമില്ലേ നിനക്ക് പാടാനും ബഹളം വയ്ക്കാനും പോകാൻ? പലരും ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് നാണമില്ലേ? നീ എന്തുവാ ഈ പറയുന്നത്? ഇത് 2025 അല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവർ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ താന്നു പോകാതിരിക്കാൻ നിന്റെ കരം പിടിക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തെ ആര് പറഞ്ഞാലും കളഞ്ഞേക്കല്ല്. ആ ബന്ധമാണ് നിന്റെ ഐശ്വര്യം, ആ ബന്ധമാണ് നിന്നെ ഉയർത്തുന്നത്, ആ ബന്ധമാണ് നിന്റെ സമ്പത്ത്. പലരും പറയും, നാണമില്ലേ പ്രാർത്ഥിക്കാൻ? നാണമില്ലേ വചനം കേൾക്കാൻ? നാണമില്ലേ? നിനക്കൊന്നും ഒരു വേറെ പണിയൊന്നുമില്ലേ? നീ പ്രാർത്ഥിച്ചിട്ട് വല്ലതും നടന്നോ? പിരിയാനാകരുതേ ദൈവമേ നിന്നോടുള്ള ബന്ധം. അത് പാടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ച്. നിങ്ങളുടെ ചില ബന്ധങ്ങൾ നിനക്ക് അനുഗ്രഹമാ. ആ കാറ്റിലും ആ തിരമാലയിലൊക്കെ ജീവിതം ഉണ്ടല്ലോ, മറിഞ്ഞു പോകേണ്ടതായിരുന്നു. അന്നേരമൊക്കെ പിടിച്ചു നിർത്തിയത് ആ ബന്ധമാണ്. ആ ബന്ധമാണ്, ആ പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള ബന്ധമാണ്, ആ പ്രാർത്ഥനാലയവുമായിട്ടുള്ള ബന്ധമാണ്, ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. ഒരു മനുഷ്യൻ പറയുക, എൻ്റെ ഉടുപ്പേൽ എഴുതി തന്ന ഫോൺ നമ്പർ ഞാൻ വിളിച്ചത്, ആ നമ്പറിൽ വിളിച്ചത് ഞാൻ മരിച്ചേക്കാന്ന് വിചാരിച്ച് എൻ്റെ ഞരമ്പയിൽ ഞാൻ കത്തി വച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽക്ക് എൻ്റെ കൊച്ചു വിളിക്ക് പപ്പയെന്ന് വിളിച്ചത്. അന്നേരമാണ് എനിക്ക് തോന്നിയത് ഈ നമ്പറിലൊന്ന് വിളിച്ചാലോ എന്ന്. ചില പ്രാർത്ഥനയുള്ള മനുഷ്യരോടുള്ള ബന്ധമുണ്ടല്ലോ, നിന്നെ ഒരു തകർച്ചയ്ക്കും വിട്ടുകൊടുക്കത്തില്ല, നിന്നെ ഒരു വെള്ളത്തിനും താഴ്ത്താൻ പറ്റത്തില്ല. പെരുവെള്ളം നിന്നെ മുക്കിക്കളയില്ല, തീയിലൂടെ നടന്നാലും അത് നിന്നെ പൊള്ളലേൽപ്പിക്കത്തില്ല. കാരണം ദൈവത്തോടുള്ള നിന്റെ ബന്ധമാണ് അതിന്റെ കാരണം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ആ സ്നേഹത്തെ കണ്ണുകളടച്ച്, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ. എന്തിന്റെ? ദൈവസ്നേഹത്തിന്റെ. ക്രൂശിൽ നിന്നും
പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹ സാഗരമാ. അതുകൊണ്ടെല്ലാവരും പാടാമോ? സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും പറഞ്ഞേ വളരേണമേ ഞാനോ കുറയണമേ. ഒരിക്കൽ കൂടി പറഞ്ഞ് സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയണമേ. ആ കണ്ണുകളടച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, 3 ബന്ധങ്ങൾ തകരരുത്. ഈ ആലയത്തിൽ ഇന്നലെയും ഇന്നുമായി പ്രാർത്ഥിച്ച പലരും ഉണ്ട്. ഈ 3 ബന്ധങ്ങൾ ദൈവമേ എന്നോടാണല്ലോ ഈ പുള്ളി ഇന്ന് സംസാരിച്ചത്, ഇന്ന് എനിക്ക് തന്നെയാണല്ലോ ഈ വചനം കിട്ടിയത്. പല പിരിയലിൻ്റെയും വക്കില പലരുടെയും ജീവിതം. ഈ മനുഷ്യൻ്റെ കൂടെയൊന്നും ജീവിക്കാൻ ഒക്കത്തില്ലെന്നൊക്കെയാ ചിലർ പറയുന്നത്. ദൈവം നിനക്ക് തന്ന ബന്ധമാണോ? പിരിയാനാകരുത്. ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, നിനക്ക് ദൈവത്തോടുള്ള ബന്ധം, ദൈവിക സംവിധാനങ്ങളോടുള്ള ബന്ധം, ചില ദൈവ മനുഷ്യരോടുള്ള ബന്ധം, അത് പിരിയരുത്. അതാണ് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ സാരയില്ല, നിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കും കേട്ടോ, അത് ദൈവം നിനക്ക് തന്ന ബന്ധമാണ്. നീ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ പൊട്ടത്തരം ഒന്നും ചിന്തിക്കേണ്ട. മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ചിന്തിച്ചേക്കല്ലേ, നല്ല അടിയാൻ തരും. നീ അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാ, നീ രക്ഷപ്പെടൂന്നേ. ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട് 2 ഫ്ലക്സിനകത്ത്. നിനക്ക് സങ്കടം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഇവിടെ നിനക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. നിനക്ക് വേണ്ടി കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ ബന്ധം കളയല്ല് കേട്ടോ, ആ ബന്ധം കളയല്ല്. ആ ബന്ധം കളഞ്ഞവരൊക്കെയാ പിന്നീട് വലിയ തകർച്ചയിൽ ചെന്ന് പെട്ടത്. വളരെ പരാജയപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ചങ്കത്തോട് ആ കരം വെച്ച് കണ്ണുകളടച്ച് പറ്റുമ്പോൾ ഈ വാക്കുകൾ പാടണം. പിരിയാനാകരുതേ. എല്ലാ ബന്ധവും അല്ല കേട്ടോ, എല്ലാ ബന്ധവും അല്ല. ദൈവം നിനക്ക് തന്ന ബന്ധം, ദൈവം നിനക്ക് തന്ന ബന്ധം, ദൈവം നിനക്ക് അത് മതി, അത് മതി. ബാക്കി എന്നാ ബന്ധമാണെന്ന് പറഞ്ഞാലും അത് ഗുണമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മൂർഖം പാമ്പിനെ പോലെ പത്തി വിടർത്തും. ചിലപ്പോൾ അത് വാഴയുടെ അകത്തെ തണ്ട് തിന്നുന്നത് പോലെ നമ്മളെ തിന്നാൻ തുടങ്ങും. നമ്മുടെ നല്ല ഭാവി, നല്ല ജീവിതം അവൻ ദൂരത്തിരുന്ന് തകർക്കാൻ ശ്രമിക്കും. പിരിയാനാകരുതേ ഈ ബന്ധം, തീരുമാനത്തോടെ മാറാനാകരുതേ മാർവിൽ നിന്നും പറഞ്ഞേ, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. അതുകൊണ്ട് തീരുമാനമെടുത്തേ, പിരിയിലും മരണം വരെയും പറഞ്ഞേ, പിരിയിലും മരണം വരെയും മാറില്ലിനിയും ഞാനാ മാറിൽ നിന്നും, മാറില്ലിനിയും ഞാനാ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പിരിയില്ല. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ കളയത്തില്ല. എൻ്റെ കുടുംബം എനിക്ക് ദൈവം തന്ന ബന്ധം ഞാൻ കളയത്തില്ല. ഒന്ന് പറഞ്ഞേ, മരണം വരെയും. ശബ്ദം ഉയർത്തി പറയാമോ? പിരിയില്ലിനിയും മരണം തീരുമാനത്തോടെ, പിരിയില്ലിനിയും മരണം വരെയും മാറില്ലിനിയും ഞാനാ മാറിൽ. ആ
കരമുയർത്തി പിടിച്ച് എല്ലാവരും ഒന്ന് അധരം തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ചില ബന്ധങ്ങൾ നിനക്ക് അനുഗ്രഹമാണ്. ദൈവം തന്ന ഒരു ബന്ധവും നഷ്ടപ്പെട്ടു പോകരുത്. ശിഷ്യന്മാർ യേശുവിനോടുള്ള ബന്ധമല്ലേ ആ പ്രതിസന്ധിയിൽ താങ്ങി നിർത്തിയത്, ആ പ്രതിസന്ധിയിൽ വള്ളം മറിയാതിരുന്നത്, ആ സമയത്ത് ജീവിതത്തെ പിടിച്ചു നിർത്തിയത്. പത്രോസ് ആ വെള്ളത്തിൽ താന്നു പോയപ്പോൾ ആ ബന്ധമാണ്, ആ ബന്ധമാണ്, ആ ബന്ധമാണ്. പിരിയില്ലിനി ഞാൻ, പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും. കരങ്ങൾ താഴ്ത്തി. മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ്, എൻ്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ഒരു പിശാചിനെ കൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഒരു തരത്തിലുള്ള ഒരു ദുഷ്ടശക്തികളെ കൊണ്ടും എനിക്ക് ദൈവം തന്ന ജീവനെ, ജീവിതത്തെ, ഭാവിയെ, സമാധാനത്തെ, സ്വസ്ഥതയെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്തിൻ്റെയാണ്. എൻ്റെ ദൈവത്തിൻ്റെ, ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എനിക്ക് തന്നതാണ്. അത് വിശ്വസിക്കുന്നു.